നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു ഗോതമ്പ് ദോശയുടെ റെസിപ്പിയാണ്. സാധാരണ ഗോതമ്പ് ദോശയല്ല, നമ്മൾ ഹോട്ടലിലൊക്കെ റവ ദോശ കഴിക്കാറുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള കുറേ ഓട്ടകളൊക്കെയുള്ള ഒരു റവ ദോശ. അപ്പോൾ ആ ഒരു സ്റ്റൈലിൽ ഉണ്ടാക്കുന്ന ഗോതമ്പ് ദോശയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. വളരെ സിമ്പിളാണ്, അതുപോലെ തന്നെ ടേസ്റ്റിയാണ്. അപ്പോൾ കുട്ടികളൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. ക്രിസ്പി ആയതുകൊണ്ട് കറിയൊന്നും ഇല്ലാതെ തന്നെ അവർ കഴിച്ചോളും. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക നമുക്ക് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഗോതമ്പ് ദോശ ഉണ്ടാക്കാനായിട്ട് ആദ്യം ഒരു ബൗളിലേക്ക് നമുക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ വളരെ കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ഒരു 1/4 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഗോതമ്പ് പൊടി എടുത്ത അതേ അളവിൽ തന്നെ അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ 1/4 കപ്പിന് 1/4 കപ്പ് അരിപ്പൊടി ചേർത്തു. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് റവയാണ്. 1 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണമെങ്കിൽ, അപ്പം ഞാൻ ഒരു സവാള ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കറിവേപ്പില, പച്ചമുളകും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഏത് കുട്ടികൾ കഴിക്കാത്ത വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ അത് ചേർത്തിട്ട് നമുക്ക് അവരെ കഴിപ്പിക്കാം. ഞാൻ ഇതിലേക്ക് കുറച്ച് പാലക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതാക്കി അരിഞ്ഞു വെച്ചതാണ്. നിങ്ങൾക്ക് ചീര ഉണ്ടെങ്കിൽ ചീര ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ചേർക്കാം, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്. അപ്പോൾ ഏത് വെജിറ്റബിൾ ആണോ ചേർക്കണേ അത് ചേർക്കാം. അപ്പോൾ ഈ വെള്ളം ചേർക്കേണ്ട ആ ഒരു കൺസിസ്റ്റൻസിയിൽ ഇത്തിരി ഒരു മാറ്റം വരുന്നേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയാണ് നമ്മളിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം ഞാനിതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഒരു കപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കൺസിസ്റ്റൻസി ഒക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. വെള്ളത്തിൻ്റെ അളവ് നന്നായിട്ട് ലൂസായിട്ട് വേണം എന്നുള്ളവർക്ക് ലൂസ് ബാറ്ററാക്കി എടുക്കാം, കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട്. ഇപ്പോൾ തിക്കായിട്ട് വേണം എന്നുള്ളവർക്കാണെങ്കിൽ ഈ ഒരു അളവും മതിയാവും, 1 കപ്പ് വെള്ളം. ഞാൻ ഇത്തിരിയും കൂടി ലൂസാക്കി എടുക്കുന്നുണ്ട്. ഇനി ഞാൻ 1/2 കപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ടോട്ടൽ ഇപ്പോൾ 1/2 കപ്പ് ഞാൻ ചേർത്ത് കൊടുത്തു. ഇത് മിക്സ് ചെയ്തെടുക്കുകയാണ്. എൻ്റെ വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി ആവില്ല, ചിലപ്പോൾ നിങ്ങൾക്ക് നോക്കിയിട്ട് ചേർക്കുക. നിങ്ങൾക്ക് എത്ര തിക്നെസ് വേണം ദോശയ്ക്ക് എന്നനുസരിച്ചിരിക്കും. ഞാനിപ്പോൾ ഒരു റവ ദോശയുടെ മോഡലിലാണ് ഉണ്ടാക്കണേ, അത്യാവശ്യം നല്ല തിന്നായിട്ട്. അതുകൊണ്ടാണ് ഇത്ര വെള്ളം ചേർക്കണേ. അപ്പോൾ ഇത്രയ്ക്ക് വേണ്ടാന്നുള്ളവർക്ക് 1 കപ്പ് വെള്ളമൊക്കെ മതിയാവും. നന്നായിട്ട് ഇത് ഇനി മിക്സ് ചെയ്തിട്ട് ഉപ്പ് നോക്കുക, ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇതൊരു 20 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിനുശേഷം വേണം നമ്മൾ ഇത് ദോശ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇതൊന്ന് 20 മിനിറ്റ് ഇരിക്കട്ടെ, അതിനുശേഷം ദോശ ഉണ്ടാക്കാം. ഇതിപ്പോൾ ഞാൻ മാറ്റി വെച്ചിട്ട് 20 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിനി ഇത് ദോശ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഇപ്പോൾ ഒരു ദോശ ഉണ്ടാക്കി കഴിയുമ്പോൾ അറിയാം നമുക്ക് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. അപ്പോൾ ലൂസ് ആക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എന്തായാലും ദോശ ഉണ്ടാക്കാം. ഇപ്പോൾ ദോശക്കല്ല് ഞാൻ വെച്ചു. നന്നായി ചൂടായി വന്നതിന് ശേഷം വേണം നമ്മൾ ദോശയ്ക്ക് ഒഴിച്ചു കൊടുക്കാൻ. കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇരുമ്പിൻ്റെ പാൻ ആയതുകൊണ്ടാണ് ഓയിൽ. നമ്മൾ നോൺ സ്റ്റിക്കിൽ ചെയ്യണവരെ ഓയിൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലെണ്ണ പോലെ കുറച്ച് കട്ടിയുള്ള ഓയിൽ തേച്ച് കൊടുത്താൽ മാത്രമേ നമ്മുടെ ദോശ അടിഭാഗം ഒട്ടിപ്പിടിക്കാതെ കിട്ടുള്ളൂ. ഇതിപ്പോൾ നന്നായിട്ട് ചൂടായി, കല്ല് നന്നായി ആവി വരാൻ തുടങ്ങി. നമ്മളൊരു ഹൈ ഫ്ലെയിം, മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഒഴിച്ചു കൊടുക്കാനായിട്ട്. തീ കൂടുതലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഹോൾസ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ, അതാണ്. ഇനി ഇത് നന്നായിട്ട് ദോശമാവ് കലക്കി എടുത്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം. ഫസ്റ്റ് ദോശ ഒഴിച്ചു കൊടുത്തപ്പോൾ കണ്ടില്ലേ, ഇത്തിരി ഒരു കട്ടിയിലാണ് വന്നിരിക്കണേ. നിങ്ങൾക്ക് ഈ ഒരു കൺസിസ്റ്റൻസി മതി, ഇത്ര ഒരു കട്ടി വേണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇത്രയും കൂടി ഒന്ന് കട്ടി കുറയ്ക്കുന്നുണ്ട്.
അപ്പോൾ വെള്ളം കുറച്ചുകൂടി ഞാൻ മാവിലേക്ക് ചേർത്ത് കൊടുത്തു. ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തു. നമ്മൾ 1.5 കപ്പ് വെള്ളം നേരത്തെ ചേർത്തിരുന്നു. ഇനി അടുത്ത ദോശ തൊട്ട് കുറച്ചും കൂടി ലൂസാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കല്ലിപ്പോൾ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ നന്നായി ചൂടായി വരുമ്പോഴാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല ഹോൾസ് കിട്ടുക, നല്ല ഓട്ടകൾ കിട്ടുക. അപ്പോൾ എല്ലാ പ്രാവശ്യവും ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പ് മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് ഒഴിച്ചു കൊടുക്കാം നമുക്ക്. ഈ ഹോൾസൊക്കെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. ചെറുതായിട്ട് ആവാൻ തുടങ്ങുമ്പോൾ ഞാനിതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യോ എണ്ണയോ ഏതാച്ചെങ്കിലും ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പതുക്കെ അതൊന്ന് വിരിയിച്ച് സാധാരണ നമ്മൾ ഗോതമ്പ് ദോശ ഉണ്ടാക്കുമ്പോൾ വീട്ടിലെ കുട്ടികളൊന്നും കഴിക്കില്ല. അവർക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കേണ്ടി വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി കൊടുത്തു നോക്കൂ. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നല്ല ക്രിസ്പി ആയതുകൊണ്ട്. ദോശ 2 സൈഡും ആയിട്ടുണ്ട്. നമുക്ക് പതുക്കെ ഗ്യാസിൽ നിന്ന് ഓഫ് ചെയ്യാം. പതുക്കെ നമുക്കത് മാറ്റാം. വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ. നല്ല ടേസ്റ്റിയാണ്. സാധാരണ നമ്മൾ കഴിക്കുന്ന ഗോതമ്പ് ദോശ പോലെയല്ല. നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല ക്രിസ്പിയാണ്. നമ്മൾ ഹോട്ടലിലൊക്കെ റവ ദോശ കിട്ടുന്ന ആ ഒരു സ്റ്റൈലിലാണ്. ഇതുപോലെ തന്നെ നമുക്ക് ഓട്സ് വെച്ചിട്ട് ഓട്സ് പൗഡറാക്കിയിട്ട് ഇതുപോലെ തന്നെ ചെയ്യാം. അതുപോലെ മുമ്പ് ഞാൻ റാഗി വെച്ചിട്ട് ഇതുപോലെ ചെയ്തിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് നമുക്ക് ഇന്നും ദോശയും ഇഡ്ഡലിയും കഴിച്ചും എടുക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് പരീക്ഷിക്കാവുന്നതാണ്. നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കും. ഇനി ഇതുപോലെയുള്ള സിമ്പിൾ റെസിപ്പീസായിട്ട് ഞാൻ വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.